ബഹുമാന്യരെ, അത്യന്തം ധൃതംഗപുളകിതമായ ഈ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ വിവരിക്കാതെ തന്നെ വളരെ സ്പഷ്ടതയാർന്ന രീതിയിൽ നിങ്ങൾക്ക് ഏവർക്കും വ്യക്തതയുള്ളതാണ്. നമുക്കറിയാം, ആഗോള കുത്തക സാമ്രാജ്യത്വ മുതലാളിത്ത ബൂർഷ്വാസികളെ ഈ മണ്ണിൽ നിന്നും പാടെ തുടച്ചു മാറ്റിക്കൊണ്ട് പരമ്പരാഗത കാർഷിക വിളകളിൽ വിതച്ചതെല്ലാം നൂറുമേനിയായി കൊയ്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സാക്ഷിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സത്യവതി. ഇത്തരുണത്തിൽ കേരള സർക്കാരിൻ്റെ കേരള കാർഷിക രത്ന അവാർഡ് ഈ അവസരത്തിൽ സത്യവതിക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, കേരള കാർഷിക രത്ന അവാർഡ് നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ കാർഷിക വകുപ്പ് മന്ത്രിയെയും ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് നമ്മൾക്ക് ഏവർക്കും അഭിമാനമായ, നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനമായ, നമ്മുടെ ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സത്യവതിയെയും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ കാർഷിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന നിലയിൽ ഞാനിന്ന് വളരെയധികം അഭിമാനിക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളുടെ പ്രിയങ്കരിയായ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സത്യവതി കാർഷിക രത്ന അവാർഡിന് അർഹയായിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ അവാർഡ് ഞാൻ ശ്രീമതി സത്യവതിക്ക് സമ്മാനിക്കുന്നു. ഞാൻ പേവാടി കിടന്നേ. സത്യവതിക്ക് അവാർഡ് കിട്ടിയടാ. ജൈവവളത്തിന് മന്ത്രി കൊടുത്തടാ. എന്റെ പൊന്നമ്മച്ചി, അമ്മച്ചി വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടേ ഉള്ളൂ. അമ്മച്ചി അടക്കി ഒതുങ്ങി കിടക്കവിടെ. എടാ, പകല് കണ്ട സ്വപ്നം ഫലിക്കൊന്ന്. പകല് കണ്ട സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമായിരുന്നെങ്കിൽ ഞാനൊരു 4 കെട്ടും കെട്ടി 40 പിള്ളേര് ഇവിടെ നിന്നേനെ. അത്ര സ്വപ്നങ്ങൾ ഞാൻ കണ്ടുകൂട്ടിയുണ്ട്. എടാ, അവളാ പരസ്യങ്ങളും ഇറക്കിയ പിന്നെ ഞാൻ ജീവനോട് ഇരിക്കൂല. അമ്മച്ചി, ഈ പഞ്ചായത്തിൽ സത്യവതിയുടെ വളവും വളത്തിന്റെ ഷൂട്ടും നടക്കില്ല, നടത്തിക്കില്ല. ഇത് ബോവാക്ക. ബോവാക്ക് പറഞ്ഞ ബോവന്റെ വാക്ക്. ബോവന്റെ വാക്കിന് മുമ്പിൽ സത്യവതി ഗോ ബാക്ക്. അയ്യോ അമ്മച്ചേ, എന്തു പറ്റിയടാ? ഒന്ന് സ്ലിപ്പായതാ. സാറേ, താമര വരണം. വണ്ടി വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്നും ഇനി മോചനം. വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്ന് ഇനി മോചനം. വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്ന് ഇനി മോചനം. ഒന്ന് വായിച്ചേ. വിഷാംശമുള്ള വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്ന് ഇനി മോചനം. സമഗ്ര കേരളത്തിന്റെ നവീന ചിന്താ ആശയം നന്മ ചെയ്യുക. ഞാൻ പറയാം, നിൽക്കി. വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്നും നവനീത ആശ്രമം. വിഷാംശമുള്ള പച്ചക്കറി പഠിക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ പഠിച്ചായിരുന്നെങ്കിൽ ഇതിനകത്തെന്തെങ്കിലും ഒരു മോചനം ഉണ്ടാകത്തില്ലായിരുന്നോ? നീ പറഞ്ഞു കേൾക്കുമായിരുന്നത്. പറഞ്ഞോളൂ. വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്ന് ഇനി മോചനം. വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്ന് ഇനി മോചനം. പിന്നെന്താ? സമഗ്ര കേരളത്തിന്റെ വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്ന് ഇനി മോചനം. സമഗ്ര കേരളത്തിന്റെ നവീന നവീകരിക്കത്തില്ലേ? നവീകരണം, ശുദ്ധീകരിക്കാന്നൊക്കെ പറഞ്ഞു.
ചേട്ടാ ഒന്ന് അകത്തോട്ട് കയറി ഒന്ന് എനിക്ക് പഠിക്കും. ചിന്തന്റെ നടു കൊടുക്കുന്നത് കർഷകശ്രീ കുരുത്തവള ഞാൻ കാണുന്നത് എനിക്ക് കർഷകശ്രീ കുരുത്തവള കർഷകശ്രീ കർഷകശ്രീ കുരുത്തവളയോ അതെന്താ തവളയാ ആ തവള എനിക്കൊന്ന് കാണാനോ കുരുത്തവള കർഷകശ്രീ ഞാൻ വായിക്കട്ടെ കർഷകശ്രീ കുരുത്തവള എന്താ കർഷക സ്ത്രീ കുരുത്തവളയല്ല കർഷക സ്ത്രീക്ക് ഒരു ഉത്തമ വളം അല്ല അല്ലാതെ നിന്റെ തവളയും പിന്നെ പാമ്പും ചേരയൊന്നും അല്ലത് കേട്ടോ. അല്ല ഞാൻ ചോദിക്കട്ടെ ഈ രാവിലെ ഈ കലപ്പെടുത്ത് തോള വെച്ചോണ്ടേ നീ എന്തോ ചെയ്യാൻ ശരീരമെല്ലാം ഡയലോഗ് ഇല്ല പിന്നെ നീ എന്തോണ്ടാക്കാതെ നമുക്ക് പഠിക്കാം. എനിക്ക് ചിരിച്ച് ചിരിച്ച് വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്നും സമഗ്ര കേരളത്തിൽ പഠിച്ചില്ലേ ഇതുവരെ അത്? ഇല്ല അതിപ്പോ കിട്ടണേ ഇല്ല അച്ഛാ. നന്മ നീ ജൈവവളം. ശരിയാവത്തില്ല. ഇത് മാത്രം കിട്ടുന്നുണ്ട് നന്മ ജൈവവളം അത് കിട്ടുന്നുണ്ട്. പക്ഷെ ബാക്കി നവീന അച്ഛൻ ഞാൻ ഇതിന്ന് അങ്ങോട്ട് മാറട്ടെ അച്ഛൻ കുരുത്തവള തുടങ്ങിയേ കണ്ടേ അവന്റെ കലപ്പ കണ്ടോ അവന്റെ കലപ്പ അനുഭവിക്കട്ടെ കണ്ടേ അച്ഛൻ്റെ ആ കടലിപ്പറ്റ അവരോട് അവതരിപ്പിക്കാൻ ചോദിച്ചപ്പോഴേ അവരനുവദിച്ചില്ല അവരനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ എടാ നീ പഠിക്കണ്ട കേട്ടോ കുറേശ്ശെ പഠിച്ചാൽ മതി അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ എന്തുവാ അത് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടോ ഇതിനകത്ത് വെട്ടിക്കളയുന്നത് മോചനം അത് മോചനം എന്ന് പറയുമ്പോൾ വെട്ടുന്നാണോ കാണിക്കുന്നത് അങ്ങനെയാണ് അതെങ്ങനെ ചേരും അത് അത് ഇവിടെ പറഞ്ഞു തരുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാം. അത് എങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. വിഷാംശമുള്ള മോചനം സമഗ്ര കേരളത്തിന്റെ നവീന ഡാൻസ് പോലെ എന്തിനാ പറഞ്ഞ സമഗ്രം പെട്ടെന്ന് പഠിക്കാനാ. ഇങ്ങനെ കളിക്കുന്നത് ഡാൻസ് കളിക്കാത്ത ഡയലോഗ് പറ വെച്ചാ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അച്ഛാ തവളയുടെ കൂടെ പോയി നിൽക്കിപ്പോൾ ചെല്ല പ്ലീസ്. ഞാൻ ഇവിടെ നടന്നു. വിഷാംശമുള്ള പച്ചക്കറിയിൽ നിന്ന് നവനീത ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്ന നന്മ ജൈവവളം എങ്ങനെ നന്മ ജൈവവളം അതും ഓക്കെ ആകും. പിന്നെ അച്ഛാ ബാക്കി തവള അവിടെ എനിക്ക് വയ്യ. മാഡം ചോട്ടടി ചോട്ടെന്ന് വെച്ചാലേ ഞാൻ അതിനൊന്നും തുടങ്ങാൻ പോകുന്നത് തുടങ്ങാമൂലേ അതിനെ ഇരിക്കുന്നു തോന്നുന്നു. അതറിയില്ലാണോ പേടിക്കണ്ട ധൈര്യത്തിയല്ലേ ജൈവവളമൊക്കെ അവിടെ പറഞ്ഞു തരും ചെല്ല് കേട്ടോ പഠിച്ചിട്ടുണ്ട് കുഴപ്പമില്ല. മനസ്സിലിട്ട് പഠിച്ചോണ്ട് പോകും മനസ്സിലിടണേ കേട്ടോ മനസ്സിലിട്ടോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ലൈവിൽ വന്നിരിക്കുകയാണ്. ഒറ്റ മനുഷ്യനെയും കാണാം. ഹായ് വിരിത, ഹായ് ടിക്ടോക്ക് എല്ലാം. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് ലൈവിൽ വന്നേക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ്. ജി അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. അത് ഞങ്ങളും കാണുന്നുണ്ട് ജി. എൻ്റെ അമ്മ പ്രസിഡന്റ് ആയിരിക്കുന്ന പഞ്ചവടി പഞ്ചായത്തിൽ വിതരണം ചെയ്യാൻ പോണ വളത്തിൻ്റെ പരസ്യത്തിൻ്റെ ഷൂട്ട് എൻ്റെ വീട്ടിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പരസ്യത്തിൻ്റെ ഡയറക്ടർ സാർ. ഒരു ഹായ്. പുള്ളി ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണം. എൻ്റെ ഡ്രൈവർ അങ്കിളാണിത്. അല്ല അങ്കിൾ തന്നെയാണ്. എന്താ എഴുതി കാണിക്കാൻ? എടി വിനീത് ഏതാടി കാട്ടുവാക്ക എന്നല്ലായിരിക്കും മോളെ. അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ഏറ്റവും സുഹൃത്തും പ്രിയപ്പെട്ടതും എൻ്റെ ഒരേ ഒരു സ്വന്തം അച്ഛനാണ്. ഒരു ലൈവ് ആള് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഈ പരസ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ അഭിനയിക്കണത് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ അഭിനയിക്കണം. അപ്പൊ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടാള്. പിന്നെ അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണേ ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുശീലയുമായ UDC ആണ്. അത് എന്തോ ഒരു മെസ്സേജ്. ഇത് തീർന്നതിന് മുമ്പ് നമുക്കൊന്ന് പൊളിക്കണം. എങ്ങനെ? അതിനുള്ള പ്ലാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ചില പ്ലാനുകൾ നേരത്തെ പറഞ്ഞ സംഭവം പൊളിയും,
അപ്പോൾ അതുകൊണ്ട് സംഭവം നിങ്ങൾ കണ്ടാൽ മതി. ഹാജി ഓക്കെ ജി. അടുത്തത് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ എൻ്റെ സ്വന്തം അമ്മ ടിക്ടോക്ക് ലൈവ് പോണാണ്. ആൾക്കാർ ലൈവ് പോണേണ്. നമസ്കാരം. പഞ്ചവടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വിതരണം ചെയ്യുന്ന നന്മ ജൈവവളം അതിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ. ലൊക്കേഷൻ അല്ലേ? അതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. നാട്ടുകാർക്ക് ഇപ്പൊ അതല്ലേ ജോലി. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ. അപ്പൂപ്പൻ ടിക്ടോക്ക് വീഡിയോ അടക്കം വീഡിയോ ഫോട്ടോ ഇല്ല അല്ലെങ്കിക്കോ ഹായ് ആ ആദ്യമായിട്ട് വന്നതിന്റെ ഒരു ചെറിയ പരിചയക്കാരം. എല്ലാവരും ക്ഷമിക്കണം, ഷൂട്ട് തുടങ്ങാനുള്ള തിരക്കിലാണ്. ഞാൻ ഈ പരസ്യത്തിന്റെ എല്ലാ വിശേഷങ്ങളായിട്ട് ഇനി ഒരു ലൈവ് ചെയ്യുന്നതാണ്. അപ്പൊ അതുവരേക്ക് എല്ലാവർക്കും നീ വലിച്ചു പറിക്കാൻ നിങ്ങള് അങ്ങോട്ട് കൊടുക്ക്. ഈ ക്യാമറ ഉണ്ടോ? എന്നാ കലക്കും. ക്യാമറ അല്ലടേ ക്യാമറ. ഒന്ന് വിളിച്ചോണ്ട് പോടേ, ഇതൊന്ന് എടുക്കോട്ടെ. നിങ്ങൾ കുറച്ചോട്ട് ദൂരോട്ട് മാറിക്കാൻ ചെയ്ത് തീർക്കട്ടെന്നവര് എന്നോടാ വിളിച്ചോണ്ട് പോടാ. വണ്ടി നിർത്തല്ലെന്ന് പറഞ്ഞല്ലേ രമേശ്? ഇതല്ല പെട്രോൾ തീർന്ന ജാട വേണ്ട. നമസ്കാരം. അതെ, വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന് നിയമമുണ്ട്. അത് മറന്നുപോയോ? അതെ, ഞങ്ങളുടെ ഈ മുടി ഹെയർ സ്റ്റൈലൊക്കെ ചെറിയ പ്രശ്നമാണ്. ഈ കുറി പോയി കവർ ചെയ്ത് കിടന്നാണ്. ഹെൽമെറ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ മുടിയും കുറിയൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഈ 2 വീലർ ഓടിക്കുമ്പോൾ 2 പേരിൽ കൂടുതൽ പേര് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതറിയാമോ? അറിയാം. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തിനനുസരിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റും. നിയമമുള്ള ടീമാണ്. ഒന്നിറങ്ങാം. പെട്രോളില്ല സൗണ്ട് കേൾക്കുള്ളൂ. ഇങ്ങോട്ട് പറയും സ്റ്റാൻഡ് ചെയ്യടാ. ഹലോ, നിങ്ങൾ ആരോടാണ്, എവിടെ വെച്ചാണ്, എന്താണ് സംസാരിക്കണമെന്ന് വല്ല ബോധമുണ്ടോ? നീ എന്താണ് ആക്ഷൻ ബിജു കളിക്കണോ? ജാടയാജി ഇങ്ങോട്ട് പറയുക സാറേ. ഈ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, അകളി, അമ്പലപ്പാറ ഇവിടെയൊക്കെ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് തട്ടിക്കളയോന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങോട്ടൊന്ന് പറഞ്ഞു ഒന്ന് സ്ഥലം മാറ്റി തരാമോ പ്ലീസ്? ഒന്ന് പ്ലീസ്. നിങ്ങൾ വിചാരിച്ചോ ഫോണിൽ ഒന്ന് വിളിക്കേ. റീചാർജ് ചെയ്യണം. എന്തോ റീചാർജ്? ബാറ്ററി ഡൗൺ ആകും. ബാറ്ററി ഡൗൺ ആകും. നിങ്ങളെങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു? ഒരു കാര്യം പറയാം. ഞാൻ അങ്ങോട്ട് ആദ്യം ചെല്ലാം. ഞാൻ ചെന്നിട്ട് അവിടെ എന്താണെന്ന് നോക്കാം. സംഗതി അപകടമാണെങ്കിൽ ഞാനൊരു വിസിലടിക്കും. വിസിലടിക്കുമ്പോൾ ഓടി അങ്ങ് വന്നേക്കാം. വിസിലടിക്കേണ്ട താമസം ഞങ്ങൾ അപ്പോൾ ഓടിച്ചാടി വരും. ഇപ്പം തൽക്കാലം ഓടിച്ചിരിക്കും. അവിടെ പോയി വിളിച്ചിരിക്കടാ. ഞാൻ വിളിക്കാന്ന് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്. ചേട്ടാ, നിന്നെയൊക്കെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, മനസ്സിലായില്ലേ? ഞാൻ കുറുന്തോട്ട് പിടിക്കാൻ വന്നാണ് സാറേ. കുറുന്തോട്ട് നിന്റെ കീഴാന്നല്ലേ ഞാൻ പറഞ്ഞു കളയും, മനസ്സിലായല്ലോ? പ്രതിപക്ഷോണ്ടാ പ്രതിപക്ഷോട്. ഇപ്പം നീ പ്രതിയാ. ഏത് പക്ഷം വേണമെന്ന് ഞാൻ തീരുമാനിക്കും, മനസ്സിലായില്ലേ? പോണോ? എന്നാ പോയേക്കാം. വിസിലടിച്ചോളൂ. അതെന്തിനാ? ഈ സമയത്ത് ഒരു വിസിലടിക്കാറുണ്ട് സാറേ. അത് വേണ്ട, അത് സ്റ്റേഷനിൽ ചെന്നിട്ട് അടിക്കാം. എന്തിനാണ് സാർ അവസാനത്തെ ആഗ്രഹമാണ്? ഒരു വിസിലടിച്ചോട്ടെ. അടിച്ചു. ഇവര് രണ്ടുപേരും കൂടി ഉണ്ട് സാറേ. അത് ശരി, പോലീസ് കൊണ്ടാണല്ലോ ഞങ്ങൾ കാണിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അപകടം വരുമ്പോൾ ഞാൻ വിസിലടിക്കുമെന്ന് പറഞ്ഞില്ലേ?
പോ സാറേ. പോ. ശരി വാ. കുറെ നാളായി പോലീസ് ആകുമ്പോഴി യാത്ര ചെയ്തിട്ട്. പോലെ ചെരുപ്പിട്ടോട്ടെ. വാടാ. ഹലോ മാഡം. ആ അതെ അതെ, പറഞ്ഞ പോലെ അവരെ പിടിച്ച എല്ലാരും അകത്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി, എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് വിട്ടാ മതി. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടോളാം സർ. ശരി ശരി, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ആ ഓക്കെ ഓക്കെ, ശരി ശരി. കൂട്ടും. എനിക്കിപ്പോഴാണ് സമാധാനമായി കേട്ടോ. സാർ നമുക്ക് തുടങ്ങാം അല്ലേ? വിളകളെ കാത്ത് കീടങ്ങളെ ഒഴിവാക്കി പഞ്ചവടി പഞ്ചായത്തിനെ രക്ഷിക്കാൻ നന്മ ജൈവവളം. കുറിത്തളை